ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം. എന്താണെന്നല്ലേ, ഇത് ഫുള്ള് ചീത്തയായി പോയതാ. ഫ്ലിപ്കാർട്ടിൽ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം. പോയി ഇത് ചെയ്യാം. ഇതൊരു റിംഗ് ലൈറ്റ് ആണ്. റിംഗ് ലൈറ്റ് നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അയച്ചു തന്നതാണ്. കാശ് കൊടുത്തു. അപ്പം ഇതാണ് ഐറ്റം. റിംഗ് ലൈറ്റിൻ്റെ ആ സാധനം റിംഗ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഈ സാധനമുണ്ട്, പിന്നെ ഇങ്ങനൊരു സാധനമുണ്ട്, പിന്നെ ഇതുമുണ്ട്. ഇത്ര ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഇതാണ് സ്റ്റാൻഡ്. ഇത് നമ്മൾ അൺബോക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണോ? ഈ സാധനത്തിനെല്ലാം ഡാമേജ് ഒക്കെ ഉണ്ടോ നോക്കാം. സാക്ക് വൈസ് ഗൈസ്, ഇതുകൊണ്ട് വളർന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ട് നോട്ട് പോയിന്റ്. നിങ്ങൾ വേറെ എനിക്ക് അയച്ചു തരേണ്ടതാണ്. പിന്നെ എനിക്കിപ്പം ഇത്ര സാഹചര്യത്തിൽ തിരിച്ചയക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുണ്ടോ ഫുള്ള് ഡാമേജാണ്. ലോജിസ്റ്റിക്സുകാരോടാണ് പറയുന്നത്, പ്ലീസ് പ്ലീസ് കീപ് ദ പ്രോഡക്റ്റ് സേഫ് ഗൈസ്. നമ്മളെല്ലാവരും പൈസ കൊടുത്ത് തന്നെ മേടിക്കണം. ഇത് കണ്ടുണ്ടോ, ഡാമേജ് ഉണ്ട്. കുഴപ്പമില്ല, സാധനം വർക്കിംഗ് ആണ് സൈസ്. സോ നമുക്ക് ബാക്കി ഫിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നോക്കാം. നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്. ഇതിന് പരിപാടിയൊക്കെ എളുപ്പമാണ്. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനത്തുള്ള പരിപാടികളൊക്കെ ഇത് നോക്കിയിട്ടുണ്ട്. എന്നെക്കാട്ടി ആയിട്ടുണ്ട് സൈസ്. ഇത്രയാണ്. ഇതാണ് ഇതിങ്ങനെ ലൂസ് ചെയ്യുമ്പോഴാണ് കേസ് ഇതിങ്ങനെ വലുതാവുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നല്ല നീളമുണ്ട്, അത്യാവശ്യം നല്ല നീളമുണ്ട് ഇതിന്. ഇത് മാറ്റി നോക്കാം. ഇതാണ് എൻ്റെ ലൈറ്റ്, റിംഗ് ലൈറ്റ്. അപ്പം ഇത് ഓണാവും നോക്കാം. ആദ്യമേ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പവർ ബാങ്കിനകത്ത് കൊടുത്ത് ഓണാക്കി നോക്കാം. ഇല്ല ഗൈസ്, കറണ്ട് കൊടുത്താലേ ഇത് ഓണാവത്തുള്ളൂ. അത് പിന്നെ കാണിച്ചു തരാം. ഗൈസ്, ഇത് ലൈറ്റ് കത്തും. ഇതാണ് എൻ്റെ നല്ല വെട്ടമുണ്ട് അത്യാവശ്യം. ഇതിനകത്ത് മോഡുകളുണ്ട് ഗൈസ്. ഇതിനകത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് വേറൊരു മോഡുണ്ട് ഗൈസ്. ഉണ്ട്, കൊള്ളാം, നല്ല ലൈറ്റാണ്. ഇതിൻ്റെ വില എന്ന് പറയുമ്പം ഒരു 500 താഴെയാണ് ഗൈസ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്ത് ഗൈസ്. ഇത് കൊള്ളാം, നല്ല വെട്ടം. ഇത് കൂട്ടാൻ പറ്റും, നമുക്ക് സൈസ് കൂട്ടാൻ പറ്റും, എന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും. അത് അതിൻ്റെ കൺട്രോളിങ് വരുന്നത് ഗൈസ്. അതിൻ്റെ കൺട്രോളിങ് വരുന്നത് അതിനകത്ത് നമ്മളിങ്ങനെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്. ഇത് ബ്രൈറ്റ്നസ് കുറയാൻ കണ്ടോ, പിന്നെ ബ്രൈറ്റ്നസ് കുറഞ്ഞു. ഈ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ അതിൻ്റെ പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കുമ്പോൾ ബ്രൈറ്റ്നസ് കൂടും. കണ്ടോ, ഇതാണ് ഗൈസ് എൻ്റെ, ഇങ്ങനെയാണ് എൻ്റെ ഉപയോഗം വരുന്നത്. നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അതിങ്ങനെ ഫിക്സ് ചെയ്യണം ഗൈസ്. ഇത് നമുക്കിങ്ങനെ ഫ്ലെക്സിബിൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യാൻ പറ്റും. ഇതിനകത്താണ് ഫോൺ വെക്കുന്നത്, ഫോൺ ഹോൾഡറാണിത്. ഇതിനകത്ത് നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ ഫ്ലെക്സിബിൾ മെറ്റീരിയൽ കൊള്ളാം, അത്യാവശ്യം ക്വാളിറ്റിയുള്ള. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാധനം സെറ്റായി സ്ട്രോങ് ആണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ഇത് ഞാൻ ഡ്രിൽ ചെയ്ത് നോക്കണം. ഡ്രിൽ ചെയ്ത് വെച്ച് നട്ട് ഹോൾഡ് ചെയ്ത് നോക്കണം. അപ്പോഴേ റിംഗ് ലൈറ്റ് അനങ്ങാതിരിക്കത്തുള്ളൂ.
എന്നിട്ട് ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അടിപൊളി സംഭവമാണ്. അത് കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്തുകൊണ്ട് 500 രൂപ കിട്ടുന്നതിൽ ഏറ്റവും അടിപൊളി സാധനമാണ് ഗൈസ്. പിന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം നല്ലപോലെ ടൈറ്റ് ചെയ്ത്. എന്നിട്ട് ഇതെന്തിനാ കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹോൾഡ് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ താപ്പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇതിനി ഈ പോയിന്റിലായിട്ട് കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, ഇതിനിവിടെ ഒരു സംഭവം, ഈ ക്യാപ്പ് കിട്ടണം. ഈ ക്യാപ്പ് റിലീസ് ചെയ്യുമ്പം ഇതിൻ്റെ ഈ എൻഡ് കൊടുക്കാനുള്ള പോർഷൻ ഉണ്ട് കണ്ടോ. ഈ എൻഡ് ഇതിനകത്ത് കൊടുക്കണം. ഇനി ഇങ്ങനെ സ്വിങ് ചെയ്യുമ്പോഴത്തേന് ഈ സംഭവം സെറ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് ഞാൻ വെച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് വലിയ ക്യാമറ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ തുടക്കാറില്ലേ, വലിയൊരു യൂട്യൂബർ ആകുമ്പോൾ നമുക്ക് എല്ലാ സെറ്റപ്പോടുകൂടി ഇത് നമ്മൾ ചുറ്റും ശ്രദ്ധിക്കണം. ഈ വയർ ഇങ്ങനെ കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുരുങ്ങി ഗൈസ്, അല്ല കുരുങ്ങില്ല, താഴോട്ട് വെച്ചിട്ട് നോക്കാം. ഇങ്ങനെ കറക്കി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചൊരു എന്ത് പറയുന്ന ഒരു കുലുക്കമുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, സാധനം കാണപ്പെട്ടില്ല. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിനകത്തൊരു പോയിന്റ് ഉണ്ട്, അതിനകത്ത് കയറ്റി ഇങ്ങനെ കറക്കി എടുക്കുക. അതുകൂടെ കഴിയുമ്പോൾ സെറ്റ് ആവും. നമുക്കിവിടെ ഫോൺ നമുക്ക് ഹോൾഡ് ചെയ്ത് നോക്കാം. ഫോൺ ഹോൾഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ടിരുന്നോളൂ. അത്യാവശ്യം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഇത് കാണിച്ചു തരുന്നത് ചുമ്മാ രസം. ഇതൊക്കെയല്ലേ നമുക്ക് വീഡിയോ തുടക്കക്കാരൊക്കെ ഇതൊക്കെയല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ നിങ്ങളായിരിക്കും ഞാൻ നശിപ്പിക്കണമെന്നല്ല, ഇങ്ങനെ ഇച്ചിരി ഒരു ടൈറ്റ്നെസ് ഇതിനകത്തുണ്ട്. ആദ്യമേ പുതിയ സാധനമല്ലേ, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ട്, ഫ്ലെക്സിബിൾ ആണ്. അതിനകത്ത് നമുക്ക് ഫോൺ വെച്ച് നോക്കാം. സെറ്റായിട്ട് നമ്മൾ കണ്ടോ, ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉള്ള ഫോണാണെന്ന് താപ്പോട്ടൊക്കെ പോകും. ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കണം ഉണ്ടെങ്കിൽ സെറ്റപ്പ്. ലൈറ്റൂടെ കത്തിച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇത് ഓണാക്കി നോക്കാം. സെറ്റപ്പ് ഫോണ് മോഡ് മാറ്റി നോക്കാം. വാമായി ഇത് വാമ്, ഇത് ബ്രൈറ്റ്. ഇനി നമുക്ക് ഇത് കൂട്ടി നോക്കാം, ബ്രൈറ്റ്നസ് കുറച്ച് നോക്കാം. ആയി കണ്ടോ, വാമും ബ്രൈറ്റായിട്ട് ആക്കാൻ പറ്റും. നമുക്കിത് ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതാണ്. ഇത് ബ്രൈറ്റ്നസ് കുറയുന്നുണ്ടോ ഗൈസ്? ബ്രൈറ്റ്നസ് കുറയുന്നത് എൻ്റെ മുഖത്തോട്ട് വെച്ച് കാണിക്കാം. കണ്ടോ, ഇത് ബ്രൈറ്റ്നസ് ഇപ്പോൾ ബ്രൈറ്റ്നസ് ലോയിലാണ് കിടക്കുന്നത്. നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടി നോക്കാം. ആണോ, നമുക്ക് ബ്രൈറ്റ് ഇട്ട് നോക്കാം. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ബ്രൈറ്റ്. കേട്ടോ, എങ്ങോട്ട് ഗൈസ് പൊളിച്ചാണല്ലോ. അപ്പം നിങ്ങൾക്കിത് വേണ്ടവർ ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണും. കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കാണും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ. പിന്നെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് പരിഹരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുവരെ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ്. നമുക്ക് നല്ല അടുത്തടുത്ത കണ്ടൻസ് വരാനുള്ളൊരു പവർ കിട്ടത്തുള്ളൂ. പിന്നെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.